സ്ലോട്ട് ഞങ്ങൾ എറണാകുളത്തു നിന്നാണ് വരുന്നത്. ഞങ്ങളുടെ ഇടവക സെൻറ്റ് മാത്യൂസ് ചർച്ച് വെണ്ണലയാണ്. എൻ്റെ പേര് ജോസഫ് ഷാജി കണ്ണമ്പുഴ വർക്കി. എൻ്റെ വൈഫിൻ്റെ അമ്മ മേരി മാത്യൂസ് നമ്പ്യാപറമ്പിൽ. എൻ്റെ വൈഫിൻ്റെ പേര് രാജ്യ മാത്യു നമ്പ്യാപറമ്പിൽ. എനിക്കൊരു മോനുണ്ട്, അവൻ്റെ പേര് ജോർജ് ജോസഫ് എന്നാണ്. ഞങ്ങളുടെ കുടുംബവും 10-23 വർഷമായിട്ട് ദുബായിലായിരുന്നു. ഞങ്ങൾ അവിടെ ആയിരിക്കും ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അമ്മച്ചിയാണ് ആദ്യം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. അങ്ങനെ 2019 പെട്ടെന്ന് ഞാനിവിടെ വരുന്നത് അച്ഛനെ ധ്യാനത്തിന് വേണ്ടി സർജയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടുത്തെ പ്രീച്ചിങ് മിനിസ്ട്രിയുടെ ഗോസ്ബൽ മിനിസ്ട്രിയുടെ ലീഡറായിരുന്നു. അപ്പോൾ അച്ഛനെ ബുക്ക് ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നപ്പോഴേക്കാണ് അച്ഛൻ പറഞ്ഞു, അച്ഛൻ്റെ സെക്രട്ടറി പറഞ്ഞു ഓക്കെ പറഞ്ഞു. അങ്ങനെ തിരിച്ച് അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് കൊറോണ വ്യാപിച്ച് അങ്ങനെ ധ്യാനമൊക്കെ അങ്ങനെ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ അവിടെ ആയിരിക്കുമ്പോൾ അമ്മച്ചിക്ക് ഇവിടെ കൊറോണ പിടിപെട്ടായിരുന്നു. കൊറോണയുടെ ഭാഗമായിട്ട് എൻ്റെ ജോലി അവിടെ നഷ്ടപ്പെടുകയും ഞാനിവിടെ തിരിച്ചു വരികയും ഞങ്ങൾ കുടുംബമായിട്ട് തിരിച്ചു വരികയും പക്ഷേ ഞങ്ങൾ ഓൺലൈനിൽ ഞങ്ങൾ സമർപ്പിച്ച പ്രാർത്ഥന ആദ്യമേ മോൻ്റെ ഒരു MBBS അഡ്മിഷന് വേണ്ടിയിട്ടും കൂടിയായിരുന്നു. അപ്പോൾ കൊറോണ വന്നപ്പോൾ ഇവിടെ വന്ന് അവൻ എക്സാമൊക്കെ എഴുതി ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അമ്മച്ചിക്ക് അങ്ങനെ കൊറോണ വന്ന് ഹോസ്പിറ്റലായപ്പോഴേക്കും സീരിയസ് എന്ന് വേണമെങ്കിൽ പറയാം. ലാസറിൻ്റെ ജന്മം പോലെ രണ്ടാമത്തെ ജന്മമാണ് ഇപ്പോൾ അമ്മച്ചിക്ക് ഈശോ പരിശുദ്ധ അമ്മ വഴി നൽകിയത്. ഉടമ്പടിയിലെടുത്ത ഉപ്പും തൈലവും എന്നെ മാത്രമേ ഡോക്ടർ ICUലേക്ക് കയറ്റുകയുള്ളൂ. അപ്പോൾ വൈകുന്നേരം ചെല്ലുമ്പോഴേക്കും ഞാൻ ഫുൾ സ്യൂട്ട് ഇട്ട്, നിങ്ങൾക്കറിയാലോ കൊറോണയിൽ ICU സ്യൂട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഫുൾ സ്യൂട്ട് ഇട്ടിട്ട് പോകും. പക്ഷെ ഞാൻ ആരും അറിയാതെ ഉപ്പും ഈ ഡോക്ടർ അവിടുത്തെ CMO ചീഫ് മെഡിക്കൽ ഓഫീസർ ഞങ്ങളുടെ ഒരു ഫ്രണ്ടും കൂടിയാണ്. അദ്ദേഹം എൻ്റെ ബ്രദറിൻലോയിനെ, അതായത് അമ്മച്ചിയുടെ മകനെ വിളിച്ചിട്ട് ദുബായിൽ വിളിച്ചിട്ട് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ വന്ന് അമ്മയെ കണ്ടോളൂ, ദർ ഇസ് നോ ചാൻസ് അറ്റ് ഓൾ. 100% പുള്ളി അങ്ങനെ തന്നെ പറഞ്ഞത്, വന്ന് കണ്ടിട്ട് പോയിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അമ്മച്ചിയോട് പറഞ്ഞായിരുന്നു, ഞാൻ അമ്മയുടെ ഒരു ഡിവോട്ടിയാണ്, എന്തായാലും ഞാനാണ് ഒരു കൊണ്ടുവന്നാക്കിയത് ആസ്റ്ററിലെ, എനിക്ക് എൻ്റെ അമ്മച്ചിയെ എൻ്റെ പരിശുദ്ധ അമ്മ തിരിച്ചു തരും എന്ന പൂർണ്ണ വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞു. ഞാനിപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. എല്ലാ ദിവസവും വൈകുന്നേരം അവിടെ പോകുമ്പോൾ ഈ തൈലം എടുത്ത് ICUലായിരിക്കുമ്പോഴേക്കും എന്നെ മാത്രമേ അകത്ത് കയറ്റത്തുള്ളൂ. ആരും അറിയാതെ തൈലമെടുത്ത് അമ്മച്ചിയുടെ ചെസ്റ്റിൽ, അമ്മച്ചിക്ക് ബോധമൊന്നുമില്ല, ചെസ്റ്റിൽ ഞാൻ പുരട്ടുമായിരുന്നു. പുരട്ടിയിട്ട് അവിടെ നിന്ന് ഞാൻ ഇടയ്ക്ക് ഒന്ന് വീഡിയോ ഒക്കെ എടുക്കും. അവർ പെട്ടെന്ന് വന്ന് എന്നെ പിടിച്ചു. അവർ പറഞ്ഞ വീഡിയോ ഒന്നും എടുക്കാൻ പാടില്ല, നിങ്ങൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പുറത്തു പോകും, അതുകൊണ്ടൊന്നും വീഡിയോ എടുക്കാൻ പാടില്ലെന്ന്. പക്ഷേ ഞാൻ തൈലം പുരട്ടുമായിരുന്നു. അങ്ങനെ എല്ലാ ദിവസവും 1 മാസത്തോളം അമ്മച്ചി ഫുൾ ബെഡ് റിഡനായിട്ട് ബോധമില്ലാതെ കിടക്കുന്ന സമയത്ത്, പിന്നീട് ഞാൻ ഡോക്ടറിനോട് പറഞ്ഞതെല്ലാം കഴിഞ്ഞു. അച്ഛൻ അപ്പോൾ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, ഇനി ICU എല്ലാം ഞങ്ങൾ ചെയ്യേണ്ടതെല്ലാം കഴിഞ്ഞു, നമുക്ക് സാധാരണ റൂമിലേക്ക് മാറ്റാമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ വൈഫും കൂടിയാണ് അമ്മച്ചിയെ ശുശ്രൂഷിച്ചത്. ഞങ്ങൾ എല്ലാ ദിവസവും അവിടെ TV-യിൽ ഞങ്ങൾ കൃപാസൻ്റെ പ്രാർത്ഥനയും ധ്യാനവും എനിക്ക് അച്ഛനെ വലിയ ഇഷ്ടമാണ്. കാരണം ഞാൻ ധ്യാനം പ്രസംഗിക്കുമ്പോൾ അച്ഛൻ പറയുന്ന പല കാര്യങ്ങളും ഉടമ്പടി പ്രകാരം ചെയ്യേണ്ടതാണ്. എല്ലാവരും ധ്യാനം കൂടി നമ്മളെ ഭാഗികമായ ഭൗതികമായ അനുഗ്രഹങ്ങൾ തേടി പോകുന്നല്ലാതെ എൻ്റെ കർത്താവിന് വേണ്ടി ഞാൻ എന്തു പ്രവർത്തിച്ചു ഒന്നും ചെയ്യത്തില്ല. കൂടി വന്ന് നമുക്ക് കിട്ടുന്ന ദശാംശം കൊടുക്കും, കുറച്ച് ബൈബിൾ വിതരണം. പക്ഷേ എന്നിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്ന ഒന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ പലരും എന്നോട് വന്ന് ബന്ധക്കോസ്തുകാർ, നിങ്ങളെന്തിനാ അമ്മയെ ആരാധിക്കും? ഞങ്ങൾ പ്രീച്ചിങ്ങിനൊക്കെ പോകുമ്പോൾ ചോദിക്കും. അങ്ങനെ അമ്മയെ ഞങ്ങൾ 1 മാസം ശുശ്രൂഷിച്ച് അവിടുന്ന് അമ്മച്ചിയെ ബാത്റൂമിൽ കൊണ്ടുപോകാൻ പയ്യെ നടത്തി ഫിസിയോതെറാപ്പി എല്ലാം ചെയ്തു. പഴയ രീതിയിൽ ദൈവം ഞങ്ങൾക്ക് അമ്മച്ചിയെ തിരിച്ചു തന്നു. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. അതിനോടൊപ്പം തന്നെ എൻ്റെ മോൻ്റെ MBBS അഡ്മിഷന് വേണ്ടി അവനൊരു കൂട്ടുകാരനും പുറത്ത് അഡ്മിഷൻ എടുക്കാം. അപ്പോൾ മാർക്ക് കുറവായിരുന്നു, 450 ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ കിട്ടാൻ സാധ്യതയില്ല, കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിൽ കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ പുറത്ത് യൂറോപ്പിലോ വല്ല ജോർജിയയിലൊക്കെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു എല്ലാ ദിവസവും മാതാവിനോട് പ്രാർത്ഥിക്കും. മാതാവിനോട് എഴുതി വെച്ചപ്പോൾ പ്രാർത്ഥിച്ചു, എനിക്ക് നല്ലൊരു കോളേജിൽ അവന് ഇവിടെ തന്നെ അഡ്മിഷൻ കിട്ടണമെന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ അവൻ്റെ കൂട്ടുകാരനും പുറത്ത് ഒരുമിച്ച് വന്നിട്ട് ഇപ്പം അങ്ങനെ തീരുമാനിച്ച് ജോർജിയയിൽ പോകുന്നൊക്കെ വിചാരിക്കുമ്പോഴേക്കും അവൻ്റെ കൂട്ടുകാരന് NRE കോട്ടയിൽ കിട്ടി. പക്ഷേ NRE കോട്ടയിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഫീസ് എന്നാൽ എന്തായാലും 1 crore എബവ് വരും. അപ്പോൾ അത് എന്നിൽ നിന്ന് അദ്ദേഹം എൻ്റെ ഉണ്ടായിരുന്നു 80-90 lakhs ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു. അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഇടവകയിൽ അച്ഛൻ പറഞ്ഞു, ഒരു മോനല്ലേ കൊടുക്കടാന്നൊക്കെ അപ്പം എന്നോട് പറഞ്ഞു. അങ്ങനെ ഓക്കെ ഞാനും പറഞ്ഞു. അങ്ങനെ ഫാദർ മുള്ളർ കോളേജിൽ സ്ട്രേ റൗണ്ട് എന്ന് പറയും, അതായത് അവസാനത്തെ റൗണ്ടിൽ
അവസാനിക്കണേണ്. അപ്പോൾ ആ ഒരു ദിവസം എല്ലാ കോളേജുകാരും വിളിക്കും. അപ്പം അന്ന് നമുക്ക് ആരും വരാത്ത ആൾക്കാരുടെ ആ വാക്കൻസിനെ നമ്മൾക്ക് കയറ്റിവിടും. അങ്ങനെ ഞാൻ ഫാദർ മുള്ളിൽ വന്നപ്പോൾ അജിയച്ചനെ കണ്ടു. അച്ഛൻ പറഞ്ഞു വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. എത്ര കൊടുക്കുമെന്നൊക്കെയാണ് ചോദിച്ചു. പറഞ്ഞു ഇത്രയൊക്കെ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. നോക്കട്ടെ 1 crore അടുത്ത് വരും, എന്തായാലും ഇവിടെ 1.5 ആണ്, നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പം മോന് പേടി കിട്ടുമോ. അപ്പോൾ അടുത്ത കോളേജുകാരൊക്കെ വിളിക്കുന്നുണ്ട്, AJ കോളേജ് വിളിക്കുന്നുണ്ട് വരാനൊക്കെ. പക്ഷേ ഞങ്ങൾ പോകാതെ അവിടെ തന്നെ ഇരുന്നു. ഉപവാസ പ്രാർത്ഥനയിൽ ഇത് അമ്മയോട് പ്രാർത്ഥിച്ച് ദിവ്യകാരുണ്യ നൊവേനയൊക്കെ ചൊല്ലി ഫുൾ ഫാസ്റ്റിങ്ങിൽ അവിടെ ഇരിക്കുമ്പോഴേക്കും അന്ന് രാത്രി 12 മണിയോടെ തീരും. പക്ഷേ അവിടെ സൈറ്റ് ഓപ്പണായത് അന്ന് കിട്ടിയത് രാത്രി 11 മണിയായപ്പോഴാണ് കിട്ടിയത്. ആദ്യം 2-3 ഇതെല്ലാം കയറ്റി യൂണിവേഴ്സിറ്റിയിലേക്ക് അയച്ചു കൊടുക്കണം. മാർക്ക് ലിസ്റ്റ് എല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് ഒരു നോട്ട് വരുമ്പോൾ നമുക്ക് ചെക്കെല്ലാം വാങ്ങത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ലാസ്റ്റ് അവിടെ ഇരുന്ന് എൻ്റെ ലേഡിയെ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു വരാൻ പറഞ്ഞു. 11:30 വേദന ഡോക്യുമെൻറ്റ്സ് എല്ലാം വാങ്ങി യൂണിവേഴ്സിറ്റി അവൻ്റെ സ്കൂളിലെ സർട്ടിഫിക്കറ്റ് എല്ലാം വാങ്ങി എല്ലാം കൗൺസിൽ അറ്റസ്റ്റ് ചെയ്തുകൊണ്ട് എല്ലാം പിടിപിടിന്ന് അവർ ചെയ്തു. 11:50 ആയപ്പോഴേക്കും ഞാൻ ചെക്ക് എഴുതി കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ലാസ്റ്റ് എൻ്റെ മോൻ്റെ അഡ്മിഷൻ അപ്രൂവ്ഡ് എന്ന് പറഞ്ഞ് വന്ന് കഴിഞ്ഞപ്പോഴേക്കും 12 മണിയായപ്പോഴേക്കും ആ സൈറ്റ് ക്ലോസായി. പിന്നെ അഡ്മിഷൻ ആർക്കും കിട്ടത്തില്ലായിരുന്നു. അപ്പോൾ എനിക്ക് അവസാനം ദൈവത്തിൻ്റെ അമ്മ പ്രവർത്തിച്ചു. ആ സമയത്തിൻ്റെ അച്ഛൻ പറയാല്ലേ സമയത്തിന് വേഗത, അതായത് നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത സമയത്ത് തന്നെ അവസാനം 12 മണിക്ക് ജസ്റ്റ് 2-3 സെക്കൻഡ് ഉള്ളപ്പോൾ അഡ്മിഷൻ ക്ലോസായി. എൻ്റെ മോന് അഡ്മിഷൻ കിട്ടി. അവിടെ എല്ലാ ദിവസവും പള്ളിയിൽ പോകാം, പ്രാർത്ഥിക്കാം. അവൻ്റെ ഹോസ്റ്റൽ റൂമിലേക്കെല്ലാം അവരുടെ കുരിശിൻ്റെ രൂപമുണ്ട്. ഫാദർ മുള്ളർ കോളേജ് നിങ്ങൾക്കറിയാം, ഒരു ക്രിസ്ത്യൻ കോളേജാണ്. നന്നായിട്ട് പഠിക്കുന്നു. ഇപ്പോൾ 4th ഇയറിലേക്ക് കിടന്നു. എല്ലാ പരീക്ഷയും മാതാവിൻ്റെ പ്രത്യേക അനുഭവത്തിൽ ഇപ്പോൾ അവനും ഉടമ്പടി എടുക്കുന്നു, ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അവനും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചായിരുന്നു, നന്ദി പറഞ്ഞായിരുന്നു. ഞങ്ങളുടെ സാക്ഷ്യം ലേറ്റായിപ്പോയി. ഞാൻ സൗദിയിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ലേറ്റായിപ്പോയി ഞാൻ ക്ഷമ ചോദിക്കുന്നു, പരിശുദ്ധ അമ്മയോട് സാക്ഷ്യം പറയാണ്. ഈ 2 കാര്യങ്ങൾ. 3-ാമത്തെ കാര്യം, ഞാൻ എൻ്റെ ദുബായിൽ ജോലി കഴിഞ്ഞിട്ട് എനിക്ക് ജോലിയില്ലാതിരിക്കുമ്പോൾ ഇനിയിപ്പോൾ ഫീസൊക്കെ അടച്ചു വിട്ടിട്ടുണ്ട്. എനിക്ക് ഈശോയോടും അമ്മയോടും പറഞ്ഞു ഒരു പൈസ പോലും ലോൺ എടുക്കാതെ കടമെടുക്കാതെ ആരോടും ചോദിക്കാതെ ഇതിൻ്റെ ഫീസ് കൊടുക്കാൻ സാധിക്കണമെന്ന് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ തന്നെ എല്ലാ ഫീസും ദൈവം എനിക്ക് ഒരുക്കി തന്നു. എനിക്കവിടെ സൗദിയിൽ ജോലി, ബഹ്റിനിലാണ് എൻ്റെ വിസ. ഞങ്ങൾ വിസിറ്റിൽ പോയിട്ട് അവിടെ ജോലി അവിടെ അങ്ങനെ സെറ്റിൽ ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അച്ഛൻ്റെ ഉപ്പും ഉടമ്പടിക്കായിട്ട് ഞാൻ പോയി ജോലി ജോയിൻ ചെയ്തു. അങ്ങനെ മാസം കിട്ടി. ഇടയ്ക്ക് സാലറിയൊക്കെ ഡിലേ ആകുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ കമ്പനി കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാനൊരു ദിവസം സൗദി അറേബ്യയിലെ നമ്മുടെ അച്ഛനുണ്ട്, നമ്മുടെ ഒളിച്ച് താമസിച്ച് കുർബാന ചെല്ലും. അപ്പോൾ അവിടെ കോബാറിലാണ് ഞാൻ താമസിക്കുന്നത്. അച്ഛൻ്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, അച്ഛൻ ഞങ്ങളുടെ ഓഫീസിൽ ഒന്ന് വന്ന് വെഞ്ചിരിക്കണം എന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞ് സീക്രട്ടായിട്ട് വന്ന് വെഞ്ചിരിക്കാം. അപ്പം ഞാൻ ഈ ഉപ്പും ഈ തൈലമൊക്കെ എടുത്ത് ഒരിക്കൽ അവിടെ ഓഫീസിൽ പോയി പ്രാർത്ഥിച്ച് ഓരോ മൂലൊക്കെ ഇടുകയും ചെയ്തു. അങ്ങനെ ഞങ്ങളുടെ ഓഫീസിൽ നന്നായിട്ടൊരു പ്രോജക്റ്റ് കിട്ടി. ഞങ്ങൾ ശമ്പളം കറക്റ്റാണെന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് അങ്ങനെ അച്ഛൻ വൈകുന്നേരം ഒരു 6 മണിയായപ്പോൾ എൻ്റെ കൂടെ വന്ന് വെഞ്ചിരിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഈ വെഞ്ചിരിപ്പും ഉപ്പും കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ പാർട്ട്നേഴ്സ് തമ്മിൽ അടിയായി. കമ്പനി എന്നെ പറഞ്ഞു വിട്ടു, ജോലി നഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാവരും എന്നെ കളിയാക്കുന്നത് ഈ വെഞ്ചിരിച്ചതുകൊണ്ടാണ് സംഭവിച്ചത്, ഞാൻ ഉപ്പിട്ടതുകൊണ്ടാണ് എൻ്റെ ജോലി പോയെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ വൈഫ് ഇവിടെ വന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചായിരുന്നു. ഒരാഴ്ചക്കുള്ളിൽ ഒരു ജോലി ശരിയായി കിട്ടണമെന്ന് പ്രാർത്ഥിച്ചായിരുന്നു. പക്ഷേ അങ്ങനെ ഒരാഴ്ചക്കുള്ളിൽ ഒരു ഇൻ്റർവ്യൂ പോലും ഇല്ലാതെ എന്നെ അവിടെ നിന്ന് വിളിച്ച് വേറൊരു ജോലിക്ക്, എൻ്റെ ദുബായിൽ കിട്ടിയ ശമ്പളം തന്നെ ഇപ്പോൾ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു, ജോലി കിട്ടി. പക്ഷേ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഈ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയില്ല, എന്നെ എന്തിനാണ് അവിടെ ജോലി കളഞ്ഞതെന്ന് നിങ്ങളറിയണം. കാരണം ഈ ഉപ്പിട്ടപ്പോഴേക്ക് എൻ്റെ ജോലി കളഞ്ഞ് ഞാൻ 23 വർഷമായിട്ട് ദുബായിലായിരിക്കും ഒരു കുർബാന പോലും മുടക്കാതെ പോകുമായിരുന്നു. ഇവിടെ സൗദിയിൽ വന്നിട്ട് കുർബാന എനിക്ക് ആഴ്ചയിലേ കിട്ടുള്ളായിരുന്നു. ദമാമിലാണ് ഞങ്ങളുടെ പള്ളിമേട്, SMCയുടെയാണ്, സീറോ മലബാറിൻ്റെയാണ്. അപ്പോൾ എല്ലായിടത്തും കുർബാനയുണ്ട്. പക്ഷേ എനിക്ക് ദമാമിൽ പോയിട്ട് വരണമെങ്കിൽ 10-28 കിലോമീറ്റർ വണ്ടി ഓടിച്ച് പോകണം. അത് ആഴ്ചയിൽ ഞാൻ പോകുന്നുണ്ട്. പക്ഷേ എൻ്റെ ആഗ്രഹം ഉള്ളിൽ എപ്പോഴും ഈശോയുടെ കുർബാന ഞാൻ മുടക്കാറില്ല. അങ്ങനെ എനിക്ക് ഈശോ വെളിപ്പെടുത്തി തന്ന് നിൻ്റെ ജോലി കളഞ്ഞതും നിന്നെ ദമാമിലേക്ക് റീസ്റ്റേറ്റ് ചെയ്യാനായിട്ടുമാണ്. എൻ്റെ ജോലി കളഞ്ഞ് നല്ല ശമ്പളത്തോടെ ഈശോയുടെ ദിവ്യ കുർബാന എല്ലാ ദിവസവും പള്ളിമേടയിലെ താക്കോൽ എനിക്ക് അച്ഛൻ തന്നിട്ടുണ്ട്. എപ്പോൾ വരാനും രാവിലെ വന്ന് 6 മണിക്ക് തുടങ്ങും കുർബാന, ആരാധനയുടെ കൂടും. ഞാൻ ഇന്നും അത് മുടക്കിയിട്ടില്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും തകർച്ചകൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ പുറകെ ദൈവം പരിശുദ്ധ അമ്മ ഒരു അനുഗ്രഹമായിട്ട് നിൽക്കുന്നുണ്ട്. ആ അനുഗ്രഹം നമ്മൾ വാങ്ങാൻ
പോകുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സിലോ ചിന്തയിലോ ഒരു പോറിൽ പോലും ഒരു വാക്ക് പോലും ദൈവത്തിനെതിരായി നിങ്ങളും ആരും സംസാരിക്കരുത്. വെയിറ്റ് ആൻഡ് സീ. ഈശോയുടെ അനുഗ്രഹം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. പിന്നീട് എന്നോട് പലരും പറയുന്നത്, എന്തിനാണ് ഈശോയോട് പ്രാർത്ഥിച്ചാൽ പോരെ? എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്. ഈശോ അമ്മ എന്നെ പഠിപ്പിച്ച ഈ ധ്യാനത്തിലൂടെ ഉടമ്പടിയുടെ എന്നോട് കടന്നുപോയപ്പോഴേക്കും വെളിപ്പെടുത്തി തന്നത് യോഹന്നാൻ, വിശുദ്ധ യോഹന്നാൻ്റെ 1-ാം അധ്യായത്തിൽ 12-ാം വാക്യം പറയുന്നുണ്ട്, തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. ഈ കഴിവ് നൽകിയ ദൈവം നിങ്ങൾക്ക് ഓരോരുത്തരും കഴിവ് തന്നിട്ടുണ്ട് ദൈവമക്കളാകാൻ, അല്ലേ? ബാപ്റ്റിസ്റ്റിലൂടെ ആയിരിക്കാം, ഉടമ്പടിയുടെ ആയിരിക്കാം. അതിനുശേഷം ഈ കഴിവ് നിങ്ങൾ എന്തുമാത്രം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നമ്മളൊരു ഡോക്ടറായി കഴിഞ്ഞാൽ ആ ഡോക്ടറിൻ്റെ കഴിവ് വർദ്ധിപ്പിക്കാൻ നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യും. എന്നതുപോലെ തന്നെ ദൈവത്തിൻ്റെ മകൻ എന്ന 100% എന്നുള്ള പൂർണ്ണതയിലേക്ക് വളരാൻ എന്നെ എന്തുമാത്രം വളർത്തിയിട്ടുണ്ട്. ഈശോ അമ്മ പറഞ്ഞു, 2-ാം അധ്യായം യോഹന്നാൻ്റെ 5-ാം വാക്യം പറയുന്നുണ്ട്, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യും. അവൻ നിങ്ങളോട് എന്താ പറയുന്നത്? അപ്പോൾ ഈശോ പറഞ്ഞു, നിങ്ങളുടെ ശരീരം വിശുദ്ധവും സജീവ ബലിയായി എനിക്ക് ആരാധനയായിട്ട് സമർപ്പിക്കണം. നിങ്ങൾ ഓരോ ദിവസവും അമ്മ എന്നോട് പറയുന്നു, നിങ്ങളുടെ കണ്ണുകൾ നിങ്ങളുടെ മൊബൈൽ നോക്കുമ്പോഴേക്കും ഒരു ചീത്ത ഫോട്ടോ അല്ലെങ്കിൽ ഒറ്റക്കായിരിക്കുമ്പോൾ കാണുമ്പോൾ അവിടെ ആരാധന നടക്കണേണ്. അപ്പോൾ ഈശോ പറയും, നിങ്ങളുടെ കണ്ണുകൾ എനിക്ക് ഇപ്പോൾ സജീവ ബലിയായി സമർപ്പിക്കുവാൻ. വേണമെങ്കിൽ നിങ്ങൾക്ക് സാത്താന് കൊടുക്കാം, നിങ്ങൾക്ക് ആ ഫോട്ടോ വേണമെങ്കിൽ കാണാം, നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം. പക്ഷേ അവിടെയാണ് ആരാധന. ഈ ആരാധന നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിച്ച് ഉടമ്പടി എടുത്തിട്ട് പോകുമ്പോൾ നമ്മൾ ഇതിൽ പ്രതിബദ്ധതയാണ്. ഈ ആരാധന ഓരോ നിമിഷം നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അമ്മ അല്ല എൻ്റെ ഭാര്യ ഒരു വാക്ക് പറയുമ്പോൾ നിങ്ങളുടെ നാക്ക് ചൊറിഞ്ഞു വരുമ്പോഴേക്കും നിങ്ങൾക്ക് പറയാം, എൻ്റെ നാവിനെ ഞാൻ സജീവ ബലിയായി ഈശോക്ക് സമർപ്പിക്കുന്നു, എൻ്റെ ഈശോക്കെതിരായി ഞാൻ സമർപ്പിക്കുന്നു. ഒരു വാക്ക് പോലും പറയാതെ അവിടെയാണ് ആരാധന നടക്കുന്നത്. അതാണ് യഥാർത്ഥ ആരാധന. ഈശോ പറഞ്ഞു, ഈശോയെ നിങ്ങൾ സ്വീകരിക്കുമ്പോൾ ഈശോയുടെ അമ്മയെ സ്വീകരിക്കണം, ഈശോയുടെ വിശുദ്ധന്മാരെ സ്വീകരിക്കണം, ഈശോയുടെ കൂടെ സംസാരിക്കുന്ന അച്ഛന്മാരെ, വിശുദ്ധരെ അച്ഛനെ നമ്മൾ സംസാരിക്കണം. നമ്മുടെ ജോസഫിനെതിരായിട്ട് ട്രോളൊക്കെ വരുമ്പോൾ ഞാൻ പലപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്, ഈശോ പറയുന്ന ആരായാലും നമ്മൾ സ്വീകരിക്കണം. അവിടെയാണ് പൂർണ്ണ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശോ ജീവൻ്റെ വൃക്ഷമാണ്. ഈശോന് ജീവൻ്റെ വൃക്ഷമാണെങ്കിൽ അതിൻ്റെ മരകളും ചില്ലകളും ബ്രാഞ്ചസ് എല്ലാം ഈശോയുടെയാണ്. ഈശോയുടെ അമ്മയെ ഉയർത്തിയത് സഭയല്ല, ഈശോ തന്നെയാണ്. ഏറ്റവും ആദ്യം വചനം സ്വീകരിക്കുകയും അത് നടപ്പിലാക്കിയതും പൂർണ്ണമായി വിശ്വസിച്ചതും ഈശോയുടെ അമ്മയാണ്. ആ ഈശോയുടെ അമ്മയോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അമ്മ എന്നെ ചൂണ്ടിക്കാണിക്കുന്നത് ഈശോ നീ എന്തു പറയുന്നതോ അതുപോലെ ചെയ്യാൻ മാത്രമാണ്. അതുപോലെ എൻ്റെ ജീവിതത്തിൽ ഓരോ ദിവസവും ഇന്ന് പ്രീച്ചിങ്, അങ്ങനെ എൻ്റെ ജീവിതത്തിൽ പ്രീച്ചിങ് മുടങ്ങിക്കിടക്കടെ ഞാൻ വചന ശുശ്രൂഷ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. അത് ദുബായിന് ശേഷം ഞാൻ അവിടെ മുടങ്ങിക്കിടക്കായിരുന്നു. അത് ഈശോ അതിനുവേണ്ടി എൻ്റെ ജോലി കളഞ്ഞ് ദമാമിലേക്ക് വന്നപ്പോഴേക്കും എനിക്ക് ആ ഗ്രൂപ്പിൽ പങ്കുവെക്കാൻ, ഈശോയുടെ വചനം പങ്കുവെക്കാനായിട്ട് എനിക്ക് ഇപ്പോൾ സാധിക്കുന്നു. ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഞാൻ ഈശോയുടെ അമ്മയെ സ്വീകരിക്കുമ്പോഴേക്കും ഈശോ തന്നെയാണ് സ്വീകരിക്കുന്നത്. വചനത്തെ സ്വീകരിക്കുമ്പോൾ ഈശോയുടെ അമ്മയെ സ്വീകരിക്കുന്നു, കത്തോലിക്ക സഭയുടെ വിശുദ്ധന്മാരെ സ്വീകരിക്കുന്നു, അവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന കൗദാശിക ശുശ്രൂഷ ചെയ്യുന്ന അച്ഛന്മാരെ സ്വീകരിക്കുന്നു. അങ്ങനെ അപ്പോഴാണ് അതിൽ പൂർണ്ണതയുള്ളത്. അതുകൊണ്ടാണ് കത്തോലിക്ക സഭയിൽ നമ്മൾ ഓരോരുത്തരും അമ്മയെയും വിശുദ്ധന്മാരെയും വണങ്ങുകയും സ്തുതിക്കുകയും ഈശോ പറയുന്ന അനുസരിച്ച് നമ്മൾ ആരാധന നടത്തുകയും ചെയ്യുമ്പോൾ അതിൽ പൂർണ്ണതയുണ്ടെന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ് ഞാൻ അവരോട് പറഞ്ഞു, ഈശോയെ സ്വീകരിക്കുമ്പോൾ എൻ്റെ അമ്മയോടും ഞാൻ പ്രാർത്ഥിക്കും. അങ്ങനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ ഉടമ്പടിയോടെ ചെയ്യുമ്പോഴേക്കും നമുക്കൊരു പ്രതിബദ്ധതയുണ്ട്. ഈശോ എന്നോട് കാണിച്ച ആ കാരുണ്യം തിരിച്ചും ഈശോയ്ക്ക് വേണ്ടി, ഈശോയുടെ ദൈവരാജ്യ വിസ്തൃതിക്ക് വേണ്ടി പ്രവർത്തിക്കണം. കാരുണ്യ പ്രവർത്തികൾ ചെയ്യാറുണ്ട്. എല്ലാ മാസവും എൻ്റെ വൈഫ് ഓരോ ദിവസവും ജനറൽ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്, സാധനങ്ങൾ വാങ്ങി ഓഫനേജ് കൊടുക്കുന്നുണ്ട്, നേവൽ ക്യാൻറ്റീൻ സാധനങ്ങൾ വാങ്ങി അതെല്ലാം ചെയ്യുന്നത്. അത് ഞാനത് മിടുക്കായിട്ട് പറയുന്നില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഒറീസയിൽ പോയിട്ട് നമ്മുടെ മദർ തെരേസയിലൂടെ കുഷ്ഠരോഗികളെ ഞാൻ സഹായിക്കാൻ അവരെ കുളിപ്പിച്ചിട്ടുണ്ട്. അവർ ചിലപ്പോൾ ഒരുപക്ഷെ എനിക്ക് തൊടാനൊരു പേടിയായിരുന്നു. അപ്പോൾ ഈശോ എന്നെ വെളിപ്പെടുത്തി തരുന്ന ഒരു വചനം, എൻ്റെ ഈശോ സ്പർശിച്ചാണ് ഒരു കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയത്. അതുപോലെ തന്നെ ഞാൻ വായിച്ചൊരു ബുക്കിൻ്റെ എനിക്ക് തൊടാൻ പേടിയായപ്പോഴേക്കും ഈശോ ഫുൾട്ടൻഷിന് ഒരിക്കൽ അമ്മയുടെ മെഡൽ കൊടുക്കാനായിട്ട് കുഷ്ഠരോഗികൾ കൊടുക്കുമ്പോഴേക്കും കുഷ്ഠരോഗിയുടെ കയ്യിലേക്ക് ഇട്ട് കൊടുക്കുകയായിരുന്നു. തൊട്ട് കൊടുത്തില്ല, ആ പഴപ്പിലേക്കാണ് ആ മെഡൽ, ഈശോയുടെ അമ്മയുടെ മെഡൽ പോയപ്പോഴേക്കും അപ്പോൾ ഈശോ ഫുൾട്ടൻഷിനോട് പറഞ്ഞു, നീയും ഒരു കുഷ്ഠരോഗിയാണെന്ന് പറഞ്ഞപ്പോഴേക്കും
ആ ഷൂട്ടൻഷീൻ ആ കുഷ്ഠരോഗിയുടെ കയ്യിൽ നിന്ന് ആ മെഡലെടുത്ത് കൈ വിരിച്ച് ആ കയ്യിലേക്ക് വെച്ച് കൊടുത്തെന്നാണ് പറയുന്നത്. അപ്പോൾ അത് എന്നെ ഈശോ ഓർപ്പിച്ചിട്ട് പറഞ്ഞു, നീ ഒരിക്കലും ഒരു കുഷ്ഠരോഗിയെ മാറ്റി നിർത്തി ശുശ്രൂഷ ചെയ്യുമ്പോഴേക്കും അങ്ങനെ ദൈവം ഓരോ ദിവസവും ആത്മീയ വളർച്ചയിലേക്ക് ഓരോ ദിവസവും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മിഷൻ, ഞാനിവിടെ നിന്ന് മരിക്കുമ്പോൾ തിരിച്ച് ഈശോയുടെ തിരുമുഖം കാണാൻ എന്നെ പൂർണ്ണനാക്കാൻ അവിടുന്ന് ഒരുക്കണമെന്നുള്ള പ്രാർത്ഥനയോടെ ഞങ്ങളുടെ ഈ സാക്ഷ്യം ഞങ്ങളും കുടുംബവും ഈശോയുടെ അമ്മയുടെ നാമത്തിൽ പിതാവായ ദൈവത്തിനും കർത്താവായ യേശുവിനും പരിശുദ്ധാത്മാവിനും ഞങ്ങൾ സമർപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു.